ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. NDA എക്സാമിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ യൂട്യൂബിനകത്ത് ഫസ്റ്റ് പാർട്ട് NDAയുടെ ഫസ്റ്റ് പാർട്ട് എക്സാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ കൂടിയും ഈ ഒരു ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇൻസൈറ്റ് 360യുടെ ഒഫീഷ്യൽ യൂട്യൂബ് പേജ് നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും മറക്കല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് ഓരോ കാറ്റഗറിക്കകത്തും നമുക്ക് വരുന്ന വേക്കൻസീസ് ഓഫ് സീറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് ലാസ്റ്റ് ഇയറിൽ നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ പുതിയ അപ്ഡേഷൻസ് ആയിരിക്കും. എന്നാൽ ഏകദേശം ഒരു കണക്ക് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നേവൽ അക്കാദമി റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 36 സീറ്റ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. 4 ഒഴിവുകൾ ഇതിനകത്ത് വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് വരിക. ഈ ഒഴിവുകളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ വർഷത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഡിസംബർ മിഡോടുകൂടി വരും. അന്നേരം നമുക്ക് പുതിയ അപ്ഡേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. NDAയിൽ ചേർന്ന ശേഷമുള്ള പരിശീലന പ്രക്രിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. NDAയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സായുധ സേനയിലെ വെല്ലുവിളികൾ നേരിടാൻ അവരെ സജ്ജരാക്കുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു പരിശീലനം നൽകുക എന്നതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ആർമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേവി, എയർഫോഴ്സ് എന്നീ 3 സർവീസുകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന കേഡറ്റുകൾക്കുള്ള പരിശീലനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാഷണൽ ഡിഫൻസ് അക്കാദമി പരിശീലനം, അതായത് NDA ഒരു ഇന്റർ സർവീസ് സ്ഥാപനമാണ്. 3 സേനാ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് പരിശീലനം നൽകുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. പരിശീലന കാലയളവ് 3 വർഷമാണ്. പരിശീലന രീതി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അക്കാദമിക്കൽ, ഫിസിക്കൽ പരിശീലനങ്ങളാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ പൊതുവായൊരു പരിശീലനം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 വർഷത്തെ പരിശീലനം 3 വിഭാഗങ്ങളിലെ കേഡറ്റുകൾക്കും പൊതുവായിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കാറ്റഗറിയും ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും വരിക. ഈ സർവകലാശാല ബിരുദം നമുക്ക് നോക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്ന കേഡറ്റുകൾക്ക് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം ലഭിക്കും. അപ്പൊ കാഡറ്റിന് ലഭിക്കുന്ന ബിരുദ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആർമി കാഡറ്റുകൾക്ക് BSc കമ്പ്യൂട്ടർ അല്ലെങ്കിൽ BA, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. നേവൽ കാഡറ്റുകളാണെങ്കിൽ BTech ബിരുദം നമുക്ക് എടുക്കാം. എയർഫോഴ്സ് കാഡറ്റുകളാണെങ്കിൽ BTech ബിരുദം, BSc, അതുപോലെ BSc കമ്പ്യൂട്ടർ, ഇത്രയും ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനി BSc അതുപോലെ BSc കമ്പ്യൂട്ടർ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ചേരുന്ന കാഡറ്റുകൾക്ക് NDAയിലെ അക്കാദമിക്, ഫിസിക്കൽ സർവീസ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ബിരുദം ലഭിക്കുന്നുണ്ട്. അതുപോലെ BTech പ്രോഗ്രാമുകൾക്ക് ചേരുന്ന കേഡറ്റുകൾക്ക് NDAക്ക് ശേഷമുള്ള പ്രീ കമ്മീഷനിങ് പരിശീലന അക്കാദമികൾ, സ്ഥാപനങ്ങളിലെ കപ്പലുകൾ, അതുപോലെ വിമാനങ്ങളിലെല്ലാം വെച്ച് പരിശീലനം പൂർത്തിയാക്കുമ്പോഴാണ് BTech ബിരുദം ലഭ്യമാകുന്നത്. ഇനി നേവൽ അക്കാദമി കേഡറ്റുകൾക്കുള്ള പ്രത്യേക പരിശീലനം നേവൽ അക്കാദമിയിലെ +2 കേഡറ്റ് എൻട്രി സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനമുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിലെ നേവൽ അക്കാദമി ഏഴിമലയിൽ വെച്ചിട്ടായിരിക്കും അതിന്റെ പരിശീലനം നടക്കുക. പരിശീലന കാലയളവ് എന്ന് പറയുമ്പോൾ ഇത് 4 വർഷത്തെ ഒരു കാലയളവാണ് വരുന്നത്. ഇനി അക്കാദമിക്, ഫിസിക്കൽ പരിശീലനം നൽകുകയും അതുപോലെ തന്നെ പരിശീലനം വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് നിങ്ങൾക്ക് BTech ബിരുദം ലഭ്യമാകുന്നത്. അപ്പം NDA പരീക്ഷയുടെ ഷെഡ്യൂൾസുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UPS വർഷത്തിൽ 2 തവണയാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. NDA പരീക്ഷയുടെ 2026 ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 10 കൂടി നമുക്ക് വരും. ദെൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഡിസംബർ 10th 12th കൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. ദെൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 30th ആയിരിക്കും. അതിനുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻസ് എത്രയും പെട്ടെന്ന് ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ മൂവ് ചെയ്യാം. ആപ്ലിക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് April 12th എക്സാം വരുന്നത്. ദെൻ NDA എക്സാമിന്റെ സെക്കൻഡ് ഘട്ടം വരുന്നത് നമുക്ക് അതിന്റെ May 20 കൂടിയാണ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുമ്പോൾ ഒരു June 9th or 10th ടൈം പീരീഡ് ആയിരിക്കും. എക്സാം വരുന്നത് September 14th വരുന്നത്. ഇങ്ങനെയാണ് 2 സെഗ്മെന്റ് ആയിട്ട് NDA അവരുടെ എക്സാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം NDA പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NDA പരീക്ഷ വിജ്ഞാപനം ഡിസംബർ 10 പുറത്തിറങ്ങുമ്പോൾ തന്നെ ലക്ഷ്യബോധ്യമുള്ള ഒരു വിദ്യാർത്ഥികൾക്കായുള്ള പ്രവേശന കവാടം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കഠിനമായ എഴുത്തു പരീക്ഷയും വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും അളക്കുന്ന
SSB ഇന്റർവ്യൂ കടന്ന് മുന്നേറാൻ ചിട്ടയായിട്ടുള്ള ഒരു പരിശീലനം അത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പരീക്ഷാ പാറ്റേൺ, സിലബസ്, ഇതിന്റെ സമയക്രമം എന്നിവ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതാണെന്ന് കണ്ടെത്തി അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ അഭിമാനകരമായ ഒരു ഭാഗമാകാനുള്ള ഒരു സുവർണ അവസരം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് മൂവിങ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സ് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിന് എല്ലാമായിട്ട് തന്നെ നമ്മുടെ ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്.